സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാവും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. എന്നാൽ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് ഏറെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ മുട്ടിന്മേൽ വീണ് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം. ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് 50 നോയമ്പ് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില സംശയങ്ങളുണ്ട്. ഒന്ന്, സുവിശേഷത്തിൽ വായിച്ചതുപോലെ ഈശോ 40 രാവും 40 പകലും മാത്രമേ ഉപവസിച്ചുള്ളൂ. എന്തിനാണ് നമ്മൾ പിന്നെ 50 ദിവസം ഉപവസിക്കുന്നത്? അല്ലെങ്കിൽ ലത്തീൻ സഭയിൽ വിഭൂതി ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ് എങ്കിൽ നമ്മൾ നാളെ തിങ്കളാഴ്ച ആരംഭിക്കുന്നു. എന്താണ് ഇതിനുള്ള വ്യത്യാസം? നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ലത്തീൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗരസ്ത്യ സഭയ്ക്ക് കൂടുതൽ നോമ്പുകളുണ്ട്. നമ്മൾ പറയും 3 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, 25 നോമ്പുണ്ട്, വലിയ നോമ്പ് അല്ലെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസത്തെ നോമ്പ്, ഇങ്ങനെ പല നോമ്പുകൾ. ഈ എല്ലാ നോമ്പുകളും ഒരു തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരുക്കമാണ്. അതായത് 3 നോമ്പ് എന്ന് പറയുന്നത് നിനിമ ഉപവാസത്തിന് ശേഷം ഇസ്രായേലിലെ അല്ലെങ്കിൽ പൗരസ്ത്യ സഭയിൽ ഉണ്ടായ പകർച്ചവ്യാധിയിൽ നിന്നുണ്ടായ വിമോചനത്തിൻ്റെ തിരുനാൾ ആഘോഷമാണ്. അതായത് 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം തിരുനാൾ ആഘോഷിക്കുന്നു. 8 നോമ്പ് എന്ന് പറയുന്നത് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനെ 7 ദിവസത്തെ ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം നടത്തുന്ന തിരുനാളാണ്. 15 നോമ്പ് എന്ന് പറയുന്നത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി 14 ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം നടത്തുന്ന തിരുനാൾ ആഘോഷമാണ്. 25 നോമ്പ് എന്ന് പറയുന്നത് ആഗമനകാലം അല്ലെങ്കിൽ ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നതിന് ഒരുക്കമായി നടത്തുന്ന 24 ദിവസത്തെ നോമ്പാചരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന നോമ്പ് എന്ന് പറയുന്നത് ഈശോയുടെ ഉയർപ്പ് തിരുനാളിന്, ഈസ്റ്ററിന് ഒരുക്കമായിട്ട് നടത്തുന്ന നോമ്പാചരണമാണ്. ഇനി അത് 40 ദിവസവും 50 ദിവസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈശോ ആചരിച്ചത് 40 ദിനരാത്രങ്ങളായതുകൊണ്ട് ലത്തീൻ സഭയിൽ അത് ബുധനാഴ്ച ആരംഭിച്ച് ദുഃഖവെള്ളിയാഴ്ച അവസാനിക്കുന്നു. ഇടയ്ക്കുള്ള ഞായറാഴ്ചകൾ അതിൽ നിന്നും എക്സംപ്റ്റഡ് ആകുന്നു. അത് ഉയർപ്പ് തിരുനാളിൻ്റെ അനുസ്മരണമാണ്. അങ്ങനെ വരുമ്പോൾ അത് 40 ദിവസമേ ഉള്ളൂ. എന്നാൽ പൗരസ്ത്യ സഭകളിൽ അങ്ങനെയല്ല. ഈശോ നോമ്പ് ആചരിച്ചത് തുടർച്ചയായിട്ട് 40 ദിവസമായതുകൊണ്ട് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ, അതായത് 7 ആഴ്ചത്തേക്ക് 7 49 ദിവസവും അതിനുശേഷം 50-ാം ദിവസം ജൂബിലി എന്നതുപോലെ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിമോചനത്തിൻ്റെ തിരുനാളായിട്ട് ഈസ്റ്റർ ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു 40 ഉണ്ട്, ഒരു 10 ഉണ്ട്. അതായത് ആദ്യത്തെ 40 ദിവസം തുടർച്ചയായി 40 ദിവസത്തെ നോമ്പ് ആചരിച്ച് കഴിയുമ്പോൾ 40-ാം വെള്ളിയാഴ്ചയാകും. അതായത് 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഓർമ്മയാണ് 40-ാം വെള്ളിയാഴ്ച എന്ന് നാം പറയുക.
അതിനുശേഷം വരുന്ന 10 ദിവസം അത് കർത്താവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും 10 ദിവസം കൂടി നോമ്പ് ആചരിക്കുകയാണ്. അതാണ് പൗരസ്ത്യ സഭകളിൽ 50 നോമ്പ് എന്ന് പറയുന്നത്. അതായത് 40 നോമ്പും പിന്നീട് ഒരു 10 ദിവസവും കൂടി പീഡാനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് 50 ദിവസത്തെ നോമ്പ് ഇതാണ് നമ്മൾ ആചരിക്കുക. ഇതിൽ ഈ ആദ്യത്തെ 40 ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതായത് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു യോർദാൻ നദിയിൽ നിന്ന്, സ്നാപകനിൽ യോഹന്നാനിൽ നിന്ന്. അതിനുശേഷം മരുഭൂമിയിലേക്ക് ഈശോ പോകുന്നു. ആത്മാവ് ഈശോയുടെ മേൽ ജ്ഞാനസ്നാന വേളയിൽ കുടിയിറങ്ങി. ആ ആത്മാവാണ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുക. എന്നതിനു വേണ്ടി അവിടെ ഒരു പരീക്ഷ നടക്കുകയാണ്. അവിടെ പിശാചാണ് ഈശോയെ പ്രലോഭിപ്പിക്കുന്നത്. ദൈവം ഒരിക്കലും മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയില്ല. അങ്ങനെ ഈശോയുടെ ആ 40 ദിവസത്തെ ഉപവാസത്തെയും പരസ്യ ജീവിതത്തിലെ പ്രബോധനങ്ങളെയും നമ്മൾ അനുസ്മരിച്ച് കഴിയുമ്പോൾ അടുത്ത 10 ദിവസം നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവുമാണ് നമ്മൾ അനുസ്മരിക്കുക. അങ്ങനെ ഈശോയുടെ പരസ്യ ജീവിതാരംഭം മുതൽ അന്ത്യം വരെയുള്ള ആ കാലഘട്ടത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ നോമ്പാചരണം എന്ന് പറയുന്നത് പലർക്കും ദുഃഖം തോന്നും. ഇതൊക്കെ ഇനി മാംസം ഭക്ഷിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥനകളുണ്ട്, അതും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പരിത്യജിക്കേണ്ടി വരുന്നു, ആഘോഷങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ മദ്യം ഉപേക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ അതൊരു വിഷാദത്തിൻ്റെ കാലഘട്ടമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല സഭ അതിനെ കാണുന്നത്. നമ്മൾ കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിമോചനം കിട്ടി, നമ്മുടെ മറ്റുള്ളവരുമായി അനുരഞ്ജനത്തിലായി, നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരുമായി നമ്മൾ സഹായം കൊടുത്ത് പങ്കുവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം, അതുകൊണ്ട് ഇതൊരു ആനന്ദത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം ഈശോ പിതാവായ ദൈവത്തോട് ചേർന്ന് മരുഭൂമി എന്ന് പറയുന്നത് മറ്റും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാനായി ഒന്നുകിൽ മരുഭൂമിയിൽ പോകും, അല്ലെങ്കിൽ മലമുകളിൽ പോകും, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകും. അത് മറ്റുള്ള ബാഹ്യമായ സ്വാധീനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സന്തോഷമാണ്, ആനന്ദമാണ്. അവിടെ ഈശോയ്ക്ക് വിശക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് 40 ദിവസം സീനായി മലമുകളിൽ മോശ ആയിരുന്നപ്പോഴും അവിടെ മോശയുടെ മുഖം പ്രഭാപൂരിതമായി ആനന്ദത്തിൽ നിറഞ്ഞതാണ്. ആ മലയുടെ മുകളിൽ അവിടെ പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ, അവിടെ ആഹാരം കഴിക്കാനില്ല. 40 ദിവസം മോശ ഭക്ഷണം കഴിക്കാതെ ഈ ദൈവത്തോട് ചേർന്നായിട്ട് മോശയ്ക്ക് വിശന്നില്ല. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് ഈശോയ്ക്ക് വിശന്നു എന്ന് പറയുക. അതുകൊണ്ടാണ് ഈശോ പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നിനക്ക് വിശക്കുന്നില്ല, മറിച്ച് നീ ആത്മീയമായ ഒരു ആനന്ദത്തിലാണ്. ഇനി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ ദൈവത്തെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചിട്ട് അവിടെ പരീക്ഷകൾ നടക്കുന്നു. നമ്മളുടെയും ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ എഡ്യൂക്കേഷണൽ ലെവലിൽ ഉയർന്ന തലങ്ങളിലേക്ക് വരുന്നവർ നല്ല ജോലി കിട്ടാൻ വേണ്ടി, ഉയർന്ന ജീവിത നിലവാരം കിട്ടാൻ വേണ്ടി നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് കിൻഡർ ഗാർഡൻ മുതൽ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പല പരീക്ഷയുണ്ട്. മിഡ് ടേം എക്സാമിനേഷനുണ്ട്, ഫൈനൽ എക്സാമിനേഷനുണ്ട്. അതിനുശേഷം ഓരോ വർഷവും പരീക്ഷകൾ ഇങ്ങനെ ആവർത്തിച്ച് പരീക്ഷ ഉണ്ടാവുകയാണ്. എന്തിനു വേണ്ടിയാണ് പരീക്ഷ നടത്തുന്നത്? പരീക്ഷ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയാണ്, നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്, നല്ല ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാൻ, ഉയർന്ന ജോലി കിട്ടാൻ, ഉയർന്ന ജീവിത നിലവാരം കിട്ടാൻ. അതുപോലെ തന്നെയാണ് ആത്മീയ തലങ്ങളിലും ദൈവം നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി പല പരീക്ഷകൾ നൽകും. ആ പരീക്ഷകൾ നൽകുന്നത് നമ്മളെ നശിപ്പിക്കുവാനല്ല, മറിച്ച് നമുക്ക് ഒരു നല്ല ആത്മീയമായ നിലവാരത്തിലെത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നോഹയെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ ജലം കൊണ്ട് ജലപ്രളയം ഉണ്ടായി എല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഒരു കപ്പൽ പണിയണം എന്ന് പറയുമ്പോൾ ഒരു മലമുകളിൽ ഉയർന്ന സ്ഥലത്ത് അവന് ഒരു കുടുംബം മാത്രമായിട്ട് ഒരു കപ്പൽ പണിയുമ്പോൾ മറ്റുള്ളവർ അവനെ പരിഹസിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു വലിയ കപ്പൽ പണിയോ, അതും മലമുകളിൽ? പക്ഷേ ഇവനെ വിശ്വസിക്കുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് പണിതു. അവസാനം ആ 8 അംഗങ്ങൾ മാത്രം അടങ്ങുന്ന നോഹയുടെ കുടുംബം മാത്രം രക്ഷ പ്രാപിക്കുന്നു, പരിഹസിച്ചവരൊക്കെ നശിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് അബ്രാഹത്തിന് പരീക്ഷ ഉണ്ടാകുന്നുണ്ട്. തൻ്റെ വാഗ്ദാനങ്ങളുടെ എല്ലാം നിമിത്തമാകേണ്ട ഇസ്ഹാക്ക് എന്ന് പറയുന്ന ആ മകനെ
ബലിയർപ്പിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അബ്രാഹത്തിനുണ്ടാകുന്ന പരീക്ഷ. പക്ഷേ ആ പരീക്ഷയ്ക്ക് ശേഷം ദൈവം അവന് കൊടുക്കുന്നത് വലിയ കൃപയാണ്. ആ മകനിലൂടെ ധാരാളം സന്താന പരമ്പരകളെയും കൊടുക്കുന്നുണ്ട്. ആ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ജോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം പരീക്ഷകൾ കൊടുക്കുന്നുണ്ട്, പലതും നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി വീണ്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആത്മീയ ശക്തി പ്രാപിക്കാൻ വേണ്ടി, ദൈവത്തോട് വിശ്വസ്തത വളർത്താൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന ഒരു പരീക്ഷകളാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്തൃ പ്രാർത്ഥനയിൽ പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കാനല്ല, പരീക്ഷയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പരീക്ഷ ഒഴിവാക്കി കുട്ടികൾക്ക് വേണമെങ്കിൽ ജീവിക്കാം, പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഉന്നതമായ ജോലികളൊന്നും കിട്ടത്തില്ല. അതേസമയത്ത് പരീക്ഷകളിൽ നമ്മൾ ചേരുന്നു, ഉൾപ്പെടുന്നു, പക്ഷേ പരീക്ഷയിൽ പരാജയപ്പെടാതിരിക്കുവാനായിട്ട് അലസതയില്ലാതെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ വരുമ്പോൾ പഠിക്കാതിരിക്കുമ്പം അതൊരു പ്രലോഭനമാണ്, വീണു പോവുകയാണ്, കാരണം പരീക്ഷയിൽ തോറ്റുപോകും. അതുപോലെ തന്നെ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവം ഇങ്ങനെയൊക്കെയാണ് എന്നോട് പെരുമാറുന്നെങ്കിൽ ഇനി ഞാൻ ആ പള്ളിയിലോട്ടില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലല്ല കാര്യങ്ങളൊക്കെ പള്ളിയിൽ നടക്കുന്നെങ്കിൽ ഇനി ഞാൻ ആ പള്ളിയുമായിട്ട് സഹകരിക്കുന്നില്ല. ഇങ്ങനെ എനിക്ക് എൻ്റെതായ ഈഗോ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെതായ രീതിയിലൂടെ ദൈവം വരുന്നില്ലെങ്കിൽ, എൻ്റെതായ രീതിയിൽ സഭ വരുന്നില്ലെങ്കിൽ, എൻ്റെതായ രീതിയിൽ സഭാ പിതാക്കന്മാർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഞാൻ ആ സഭയോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പരീക്ഷയിലുള്ള വീഴ്ചയായി മാറും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷകളിൽ നമ്മൾ ഉൾപ്പെടും, പക്ഷേ പരീക്ഷകളിൽ വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഈ പരീക്ഷകളിൽ 3 പരീക്ഷകൾ ഉണ്ടാകുന്നുണ്ട്. ഈ 3 എന്ന് പറയുന്നതും ബൈബിൾ ന്യൂമറോളജി അനുസരിച്ച് പ്രധാനപ്പെട്ടതാണ്. കാരണം ആവർത്തിച്ച് 3 എണ്ണം വരിക എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ആണ്. അതായത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതിന് പകരം ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് 3 എന്ന് പറയുന്നത് പോലെ ഒരു പൂർണ്ണതയാണ്. അപ്പോൾ അതുകൊണ്ട് 3 പ്രാവശ്യം പരീക്ഷിക്കുമ്പോൾ ഈ 3 പരീക്ഷകളെയും ഈശോ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ഈശോ ആ പരീക്ഷകളെ പൂർണ്ണമായും അതിജീവിക്കുകയാണ്, പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അവിടെ ആദ്യത്തെ പ്രലോഭനം എന്ന് പറയുന്നത് ഈ 40 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ ഭൗതികമായ വിശപ്പ് തീക്ഷ്ണമായി അനുഭവപ്പെടുകയാണ്, ശരീരത്തിൻ്റെ ഒരു ക്രേവിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ റൊട്ടി പോലെ ഇരിക്കുന്ന കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ, പാറ കാണുകയാണ്. ആ പാറ കണ്ടാൽ അസൽ ബണ്ണ് പോലെ ഇരിക്കുകയാണ്, ബ്രെഡ് പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായ അതുപോലെ ആ വേർഡാണ്, അതായത് വചനമാണ് ഈശോ, വചനം മാംസം ധരിച്ചതാണ് ഈശോ. ആ ഈശോയ്ക്ക് നിഷ്പ്രയാസം നീ രോഗം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ രോഗം സൗഖ്യം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ കല്ല് അപ്പമായി മാറട്ടെ എന്ന് പറഞ്ഞാൽ അപ്പമായി മാറുമെന്ന് ഈശോയ്ക്കും അറിയാം. അപ്പൊ അതൊരു പ്രലോഭനമാണ്. നമുക്കറിയാം ഈ നോമ്പ് കാലത്ത് വീട്ടിലെ മദ്യക്കൂപ്പി ഇരിപ്പുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് ഏതായാലും ഇത്രയൊക്കെയായി എന്ന് ആ കള്ളെടുത്ത് കുടിക്കാനായിട്ട് തോന്നും. കാരണം സാധനം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കാൻ നമുക്ക് പ്രലോഭനം ഉണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ കല്ല് കാണുമ്പോൾ ഈശോയ്ക്ക് തോന്നുകയാണ്, എടാ എനിക്കിതിനുള്ള ശക്തിയുണ്ട്, ഞാനിതിന് ഇത്ര വിശന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് ആ കല്ലിനെ അപ്പമാക്കി മാറ്റാനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ ഈ തിന്മയുടേതായ, അതുകൊണ്ടാണ് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. പാപ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്, ചില അശ്ലീലമായ സാധനങ്ങളുണ്ട്, ചില മാരകമായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടാകും. പുകവലിക്കാനായിട്ട് താല്പര്യമുള്ളവന് അവിടെ സിഗരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വലിക്കാൻ തോന്നും, കള്ളം ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കാൻ തോന്നും. ഇങ്ങനെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രലോഭനം ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈശോയ്ക്ക് അത് ഉണ്ടാകുമ്പോഴാണ് ഈശോ പറയുക, മനുഷ്യൻ ജീവിക്കുന്നത് ഈ അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് സാത്താനെ ഈശോ ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന പ്രലോഭനം എന്ന് പറയുന്നത്, അപ്പോൾ ഭൗതികമായ നമ്മുടെ ശാരീരികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നൈസർഗികമായിട്ടുണ്ടാകാവുന്ന ആഗ്രഹങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന തിന്മ, സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോൾ പ്രലോഭനം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ ശക്തി ആർജിക്കണം. രണ്ടാമത്തെ പ്രലോഭനമായിട്ട് ഇവിടെ അവതരിപ്പിക്കുക, നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങളിൽ പണ്ട് കാലങ്ങളിൽ മണിമാളികയുണ്ടായിരുന്നു. കാരണം ബെല്ലടിച്ചാണ് ആളുകളെ ഈ 3 നേരവും നമസ്കരിക്കാൻ വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മുടെ കർത്താവിൻ്റെ മാലാഖ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള മണിനാഥം മുഴക്കമായിരുന്നു. ഇതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിൽ, ഇന്ന് ആ ദേവാലയമില്ല, അവിടെയും ഒരു മണിമാളിക ഉണ്ടായിരുന്നു ഏറ്റവും ഉയരത്തിൽ. അവിടെ നിന്നാണ് പുരോഹിതൻ അല്ലെങ്കിൽ ലേവായൻ ഒരു കുഴലിലൂടെ ജനങ്ങളെ ഊതി അറിയിക്കും പ്രാർത്ഥനാ സമയമായി. അതുപോലെയുള്ള ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ തറയും കഴിഞ്ഞ് അങ്ങ് താഴെയുള്ള ഒരു താഴ്വരയിലെ കല്ലുകൾ നിറഞ്ഞ ആ പ്രദേശത്തേക്കാണ് ചെന്ന്
ചെന്ന് വീഴുക. അവിടെ നിന്നുകൊണ്ട് താഴേക്ക് ചാടിയാൽ അവിടെ നിന്നെ മാലാഖമാർ സംരക്ഷിച്ചുകൊള്ളൂ എന്നുള്ള വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാച് പറയുക. ചില പിശാചും മാത്രമല്ല, പിശാചിനെ പോലെയുള്ള സ്വാധീനമുള്ളവരും ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ചിലപ്പോൾ അച്ഛന്മാരെയൊക്കെ തോൽപ്പിക്കാൻ നോക്കും. അപ്പം അങ്ങനെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ താങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ നീ അങ്ങോട്ട് ചാട്. അപ്പം ജനങ്ങളെല്ലാം പെട്ടെന്ന് നിന്നെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇനി കൂടുതൽ അധ്വാനിക്കാതെ തന്നെ ധാരാളം അനുയായികളെ കിട്ടും. അപ്പോൾ ഈശോ ധാരാളം അത്ഭുതങ്ങൾ പിന്നീട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രോഗസൗഖ്യം നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, കുരുടന് കാഴ്ച കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആളുകൾ പലരും ധാരാളം പേര് വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവർ വിമർശകരെപ്പോഴും ദോഷൈക ദൃക്കുകളായിട്ട് ഈശോയെ വിമർശിക്കുകയും കുരിശിലേറ്റുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം, അങ്ങനെ ഒരു ഷോ കാണിച്ച് ദേവാലയത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളുടെ എല്ലാം മുമ്പാകെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾക്കെല്ലാം ധാരാളം ആളുകൾ വരും. അപ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഒരു അഭ്യാസിയായിട്ട് കാണിച്ചാൽ ഇവനാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കും എന്നുള്ളൊരു പ്രലോഭനം ഉണ്ടാകുമ്പോഴും ഈശോ അതിനെ അതിജീവിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നമ്മൾ ചിലരൊക്കെ പരീക്ഷിക്കാറുണ്ട്. എങ്ങനെയാണ്? ഞാനൊരു ലോട്ടറി എടുക്കാം, ലോട്ടറി അടിച്ച് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 50% ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. എന്നിട്ട് ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ അവരെ പറയൂ, ഞാൻ ദൈവം ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തടിവെക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഈശോയെ നമ്മൾ എൻ്റെ രോഗം നീ ഇപ്പം ഇന്ന് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞാൽ നീ ദൈവമാണെന്ന് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ ഈ ദൈവം എനിക്ക് വേണ്ട. അപ്പം അങ്ങനെയുള്ള പരീക്ഷകളിലേക്ക് നമ്മൾ ദൈവത്തെ നയിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയും ഈശോ വചനമാണ് ഉദ്ധരിക്കുക. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ വേദവാക്യം ഉദ്ധരിക്കുക. മൂന്നാമത്തെ പരീക്ഷയായിട്ട് അപ്പം അതുപോലെയാണ് നമുക്കും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും, ഇല്ലാത്ത കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഏത് മലയാണെന്ന് പറയുന്നില്ല, മലയുടെ മുകളിൽ നോക്കിയിട്ട് അവിടെ മുഴുവൻ കാണാം, എല്ലാ വശവും കാണാം, ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ കാണാവുന്ന ഈ നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, നീ എന്നെ താണു വീണ് ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാം. വാസ്തവത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്, ഇതെല്ലാം ഈശോയുടേതാണ്. പക്ഷേ സാത്താന് ഈ ആദിമാതാപിതാക്കന്മാരെ വീഴ്ത്തിയത് മുതൽ ഈ ലോകത്തിൻ്റെ മേൽ അവനും അധികാരം കിട്ടി, ശക്തി കിട്ടിയിരിക്കുകയാണ്. ഈ ലോകത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഇതേ പ്രലോഭനം ഈ പിശാച് നമ്മളോടും പറയും. നീ എന്നെ വണങ്ങുകയാണെങ്കിൽ, നീ ഈ ദൈവത്തെ വിടുകയാണെങ്കിൽ, നീ ഭൗതികമായ സമ്പത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, നീ ഈ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിൽ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി നീ എന്നെ വണങ്ങുകയാണെങ്കിൽ, എൻ്റെ കൂടെ അഴിമതിക്ക് നീ വിധേയമാവുകയാണെങ്കിൽ, എൻ്റെ കൂടെ സഭാധികാരികളെ വിമർശിക്കാൻ നീ കൂട്ടു നിൽക്കുകയാണെങ്കിൽ, എൻ്റെ കൂടെ പച്ചക്കള്ളം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടും, നിനക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടും, നീ എൻ്റെതായി മാറും. ഇതെല്ലാമാണ് ഈ സാത്താൻ നമ്മളെയും ഈശോയെ പ്രലോഭിപ്പിച്ച പോലെ പ്രലോഭിപ്പിക്കുക. അപ്പോഴാണ് ഈശോ പറയുക, നീ ആരെയാണ് വർഷിപ്പ് ചെയ്യേണ്ടത്? നീ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ നീ സേവിക്കാവൂ. ഇതാണ് ദൈവം നമുക്ക് നൽകുന്നതായ ആ കൽപ്പന. അപ്പോൾ ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങൾ അത് വേറെ അപ്പസ്തലന്മാർ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈശോ ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കും ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവരാജ്യത്തെ കരുതിക്കൊണ്ട് സഭയോട് ചേർന്ന്, ഈശോയുടെ സഭയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം. അവസാനം എന്താണ് സംഭവിക്കുക? ഈ 3 പ്രലോഭനങ്ങളെയും അതിജീവിച്ചു കഴിയുമ്പോൾ മാലാഖമാർ വന്ന് ഈശോയെ ശുശ്രൂഷിച്ചു. എന്താണ് മാലാഖമാർ ചെയ്യുക? ഈശോയ്ക്ക് വേണ്ട അപ്പം കൊണ്ടുപോയി കൊടുത്തു. ഏലിയ പ്രവാചകന് മാലാഖ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രാവ് കൊണ്ടുവന്ന് ആഹാരം കൊടുത്തതുപോലെ. അപ്പം അതുപോലെ പ്രലോഭനങ്ങളെ അതിജീവിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമ്മാനം നമുക്കുണ്ടാകും. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും പ്രലോഭനം ഉണ്ടാകും. കുരിശിൽ നിന്നും ഇറങ്ങി വരാം, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക, നീ ഞങ്ങളെയും രക്ഷിക്കുക എന്നൊക്കെ കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവൻ പോലും പറയുന്നുണ്ട്. അവിടെ താഴെ നിന്ന് പട്ടാളക്കാർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം പരിഹസിക്കുമ്പോഴും ആ പ്രലോഭനങ്ങളെയും അതിജീവിച്ചു കഴിയുമ്പോൾ ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്യുന്നു. അത് വിമോചകനായി
മാറുന്നു, മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളുടെയും ഏത് സഹനത്തിനു ശേഷം ഒരു ഉത്ഥാനമുണ്ടാകും, ഒരു വിമോചനമുണ്ടാകും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഈ 50 നോമ്പിന് ശേഷവും ഒരു ഉയർപ്പ് തിരുനാളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ എങ്ങനെയാണ് നോമ്പ് ആചരിക്കേണ്ടത്? നമുക്ക് വിഭൂതി അല്ലെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഉപവസിക്കുകയും മാംസവർജനം നടത്തുകയും ഒക്കെ ചെയ്യും. ബാക്കി എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസവർജനം നിർബന്ധമാണ്. ഇതൊക്കെ ശരി. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ 50 നോയമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ദൈവവുമായി നമ്മൾ രമ്യപ്പെടുക. നമ്മളുടെ ജീവിത പങ്കാളിയോ, കുടുംബാംഗങ്ങള്, സഹോദരങ്ങള്, സഹപ്രവർത്തകര് ആരെല്ലാമായിട്ട് നമുക്ക് വിഷമമുണ്ടോ അവരുമായിട്ട് രമ്യപ്പെടുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ പൂർണ്ണമാകാൻ സാധിക്കുകയില്ല, കാരണം രണ്ടു കൂട്ടരും യോജിക്കാതെ നടക്കുകയില്ല. എങ്കിലും നമ്മുടെ വാശി, നമ്മുടെ പിണക്കങ്ങൾ ഒക്കെ മാറ്റിവെച്ചിട്ട്, ശത്രുതാ മനോഭാവം വെടിഞ്ഞിട്ട് രമ്യപ്പെടുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ 50 നോമ്പ് ആചരണം വിജയപ്രദമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഈശോ ചെയ്തതുപോലെ, മോശ ചെയ്തതുപോലെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന പുനഃസ്ഥാപിക്കുക. നമ്മുടെ ദേവാലയങ്ങളിൽ കുർബാനയിൽ കൂടുതൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, കുടുംബാംഗങ്ങൾ തങ്ങളിൽ കൂടുതൽ ഐക്യമുണ്ടാകത്തക്ക വിധത്തിൽ സാമൂഹ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകാനായിട്ട് നോക്കുക. ഇന്നിപ്പോൾ എല്ലാവരും ഒരു ഫോണിലാണ് കളിക്കുക. അതായത് ഭാര്യയുടെ ഫോണിൽ, ഭർത്താവിൻ്റെ ഫോണിൽ, കുഞ്ഞുങ്ങളുടെ ഫോണിൽ, എല്ലാവരും അവരവരുടേതായ ഐലൻഡായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു 10-15 മിനിറ്റ് സമയമെങ്കിലും വൈകുന്നേരം ഒരു സമയം കണ്ടെത്തി കുഞ്ഞുങ്ങളുമായിട്ട്, ജീവിത പങ്കാളിയുമായിട്ട് അന്നത്തെ കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഇത് പങ്കുവെക്കാനും അല്പം തമാശയൊക്കെ പറയാനും അല്പം ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ ആ കുടുംബ ബന്ധം ഊഷ്മളമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാലാമതായിട്ട്, നമ്മൾ ഈ ഉപവാസമൊക്കെ രക്ഷിച്ച് കുറച്ച് മാംസം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മദ്യം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മറ്റ് സിനിമ കാണാൻ പോകുന്നതൊക്കെ ഉപേക്ഷിച്ചു, അങ്ങനെ ആർഭാടങ്ങളെ ഉപേക്ഷിച്ചു കുറച്ച് പണം സേവ് ചെയ്തു എന്നുള്ളത് അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ദാനധർമ്മം, ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവുമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാർഗമായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ചാരിറ്റി ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക്, നമുക്കറിയാം 10% ദശാംശം കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നത്. ഇത് പല ക്രൈസ്തവ സഭകൾക്കുമുണ്ട്. നമ്മൾ 10% പോയിട്ട് 10% പോയിട്ട് 1% കൊടുക്കുന്നുണ്ടോ? നമ്മൾ ദേവാലയത്തിന്റെ നടത്തിപ്പിനും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരെ കുറിച്ച് പരിഗണിക്കാൻ വേണ്ടിയാണ്. അവിടെ എന്തിനാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് വിശപ്പ് അനുഭവിക്കുന്നത്? നമ്മളെ പോലെ ഈ ലോകത്തിൽ ധാരാളം ആളുകൾ വിശന്നിക്കുന്നുണ്ട്. അവർക്ക് കഴിക്കാൻ ആഹാരമില്ല. നമ്മളെ പോലെ രോഗമുള്ള അനവധി ആളുകളുണ്ട്. അവർക്ക് മേടിക്കാൻ മരുന്നില്ല. നമ്മൾ നല്ല എയർ കണ്ടീഷൻ റൂമിൽ താമസിക്കുമ്പോൾ നല്ല പാർപ്പിടമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പാർപ്പിടം വെച്ച് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ ഓരോ രീതിയിൽ ബേസിക് ആയിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ അനുസ്മരിക്കുവാനും അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും ഈ 50 നോമ്പിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ ഉപവസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, ഈ ഓരോ പ്രലോഭനത്തിലും ഈശോ ഉദ്ധരിച്ചത് ബൈബിളാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയാൽ അത് പഠിക്കും തോറും നമുക്ക് ആനന്ദം കിട്ടും. പക്ഷേ ആദ്യമൊക്കെ നമുക്കത് ബുദ്ധിമുട്ട് തോന്നും. പഴയ ദിനത്തിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകളെ കൊല്ലുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ചൊക്കെ തോന്നും. പക്ഷെ ബൈബിൾ ശരിയായ രീതിയിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യും. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, മാനസിക വിഷമതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലം നമുക്ക് ആ രീതിയിൽ ഫലപ്രദമാക്കുവാനായിട്ട് പരിശ്രമിക്കാം.